value of the integral 0 to 2 1 by x dx when evaluated with trapezoidal with 4 intervals is. Okay. അപ്പൊ ഇവിടെ മിടുക്കന്മാരും മിടുക്കികളും ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ ചെയ്തിട്ട് പറയണ്ട, കറക്റ്റ് ആയിട്ട് ട്രപ്പിസോയിഡിൽ വെച്ച് ചെയ്തിട്ട് ആൻസർ പറയാം. ഓക്കെ, സോ യെസ്, ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 1/1 + x dx അല്ലെ. അപ്പോ ഇവിടെ ഇന്റർവെൽസ് തന്നിട്ടുണ്ട്, 4 ഇന്റർവെൽസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ട്രപ്പിസോയിഡിൽ n is equal to 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഹെച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ വൈന്റെ ഓർഡിനേറ്റ്സും കൂടെ വാല്യൂസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദി ഇന്റഗ്രൽ. അപ്പോ n is equal to 4 എന്ന് തന്നിട്ടുണ്ട്, a is equal to 0, b is equal to 2, therefore h is equal to b minus a divided by number of subintervals അല്ലെ. അപ്പൊ b എന്ന് പറയുമ്പോൾ 2 minus 0 divided by 4. 2/4 is 1/2, 0.5 ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഹെച്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഓർഡിനേറ്റ്സിന്റെ വാല്യൂ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ് വൈ ടേബിൾ നമുക്ക് വരയ്ക്കാം അല്ലെ. എക്സ് വൈയുടെ ടേബിൾ വരയ്ക്കാം. 0 സ്റ്റാർട്ട് ചെയ്ത് 2 വരെ പോണം അല്ലെ. ഇപ്പൊ 0, 0.5 ആഡ് ചെയ്ത് പോണം അല്ലെ. 0.5, 1, 1.5, 2, 0.5, 1, 1.5, 2. ഓക്കെ, അപ്പൊ ഇതിനെ ഇനി നമുക്ക് ഈ 1/1 + x ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് വാല്യൂസ് കിട്ടും. അത് ഞാനിവിടെ എഴുതുകയാണ്. 1.115. യെസ്, അതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ അല്ലാതെ തന്നെ ചെയ്ത് കണ്ടുപിടിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതോ ഇന്റഗ്രേഷൻ ഡയറക്റ്റ് ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ ചെയ്ത് ലോഗ് ഇട്ട് നിങ്ങൾ എങ്ങാനും ചെയ്തു വെച്ചതാണോ? അല്ല മാം, ഡയറക്റ്റ് ട്രപ്പിസോയിഡിൽ വെച്ച് തന്നെ ചെയ്തോ? ഓക്കെ, ഗുഡ്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പം ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കേട്ടോ. അപ്പൊ നമുക്ക് ഈ എക്സിന്റെ വാല്യൂ 1/1 + x അല്ലേ നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ 1/1 + 0, 1/1 1 വരും. അടുത്തതിന് 1/1 + 0.5 വരും, അതായത് 1/1.5. അതിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 0.667. അടുത്തത് 1/1 + എക്സിന് 1 കൊടുക്കും, 1/2, 0.5 ആണ്. അടുത്തത് 1/1 + 1.5 which is 1/2.5 വരും അല്ലേ. യെസ്, 1/2.5 വരുമ്പോൾ 0.4 ആണ് അതിന്റെ വാല്യൂ വരുന്നത്. ആൻഡ് ഫൈനലി 1/1 + 2 ദാറ്റ് ഈസ് 1/3, 0.333 വരും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സും വൈ വാല്യൂസുമായി ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. ഞാൻ ഇപ്പോൾ കൂടെ ഒന്നും കൂടെ ഇക്വേഷൻ എഴുതുവാണ്. y is equal to അല്ലെങ്കിൽ f of x അല്ല ഇന്റഗ്രേഷൻ. ഇന്റഗ്രേറ്റിംഗ് 0 to 2 1/1 + x dx എന്ന് പറയുന്നത് h/2 y0 പ്ലസ് ഫൈനൽ എത്രയാണ് ഇവിടെ? y0, y1, y2, y3, y4 വരെ ഉണ്ട് അല്ലേ. y4 പ്ലസ് 2 ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് y3 അല്ലേ. അപ്പൊ h എന്ന് പറയുന്നത് 0.5/2, ആദ്യത്തത് 1 പ്ലസ് അവസാനത്തെ 0.33 പ്ലസ് 2 ഇൻറ്റു 0.667 പ്ലസ് 0.5 പ്ലസ് 0.4. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഈസ് 1.115 അല്ലെങ്കിൽ 1.116 എന്ന് ചിലപ്പോൾ കിട്ടും. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഐ തിങ്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.116 ആണെന്ന് തോന്നുന്നുണ്ട്. നിയറസ്റ്റ് വാല്യൂ 1.115 ആണ്. ഓക്കെ, സിമിലർലി ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കണ്ടോ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ എക്സ് വൈ ഡേറ്റ പെയർസ്, ഡേറ്റ പോയിന്റ്സ് അവർ തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പൊ ഇത് എളുപ്പമല്ലേ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. PSC ക്ക് നമുക്ക് നമ്മുടെ ഐയുടെ എക്സാമിന് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തേക്കുള്ളൂ. കാരണം
നമ്മുടെ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 40 മാർക്സ് മാത്സിന് ഉണ്ട്. അതിന്റെ കൂടെ ഇത് 1.5 അവർ എക്സാം ആണ്. അപ്പോൾ ആ ടൈം ലിമിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ഒന്നും ഓവർ ലെങ്തി ആയിട്ടുള്ളതൊന്നും തരത്തില്ല അവര്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ഒക്കെ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ഈവൻ എഡിക്ക് പോലും നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുപോലെ ഇപ്പൊ സിംസൺസിൽ നിന്നും ട്രപ്പിസോയിഡിലും ഞാൻ ചെക്ക് ചെയ്തില്ല ആക്ച്വലി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇല്ലായിരുന്നു അല്ലേ? ആക്ച്വലി ഞാൻ അത് വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തേക്കുക. നമ്മൾ ലെഗ്രാൻജെ ഫിനൈറ്റ് ഡിഫറൻസ് എന്നൊക്കെ ഉണ്ടായിരുന്നു, ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്യാൻ മറന്നുപോയി. ഇതിനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ബട്ട് എനിവേ ഇത് നമുക്ക് ചോദിക്കാൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചോദിക്കാം. വാല്യൂസ് എല്ലാം വന്നിട്ട് ഡയറക്റ്റ് നമ്മുടെ ഇന്റഗ്രേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും ഇത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടില്ല, എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലെ, ഡയറക്റ്റ് നമ്മുടെ ട്രപ്പിസോയിഡൽ റൂൾ തന്നെ യൂസ് ചെയ്യാം. സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഇവാലുവേറ്റഡ് അറ്റ് 4 വാല്യൂസ് ഓഫ് എക്സ്. 4 വാല്യൂസ്, അതായത് എക്സിന് 4 വാല്യൂസ് ഉള്ളിടത്താണ് നമ്മൾ എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്ത്. എക്സിന്റെ 0 എടുക്കുമ്പോഴും 1ഉം 2ഉം 3 ഇങ്ങനെ 4 വാല്യൂസ് വരുമ്പോഴുള്ള റെഗുലർ ഇന്റർവെൽസിലുള്ള വാല്യൂസിലാണ് നമ്മൾ ഫംഗ്ഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്റഗ്രേഷന്റെ വാല്യൂ 0 to 3 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ എത്ര വരുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. h is equal to, സോൾവ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നവർ പറഞ്ഞോളൂ കേട്ടോ. 1.25. യെസ്, 1.25 ആണ് ആൻസർ. ഗുഡ്. b മൈനസ് a ഡിവൈഡഡ് ബൈ n. അപ്പൊ ഇവിടെ നമുക്ക് 4 വാല്യൂസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് 4 പോയിന്റ്സിലാണ്. 4 പോയിന്റ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സബ് ഇന്റർവെൽസ് എത്ര എണ്ണം വരും? ഇതിന്റെ ഇടയിൽ ഒരു ഇന്റർവെല്, ഇവിടെ ഒരു ഇന്റർവെല്, പിന്നെ ഇവിടെ ഒരു ഇന്റർവെൽ. സോ 3 ഇന്റർവെൽസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ 3 മൈനസ് 0 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 3/3 is 1. അപ്പൊ 1ന്റെ ഡിഫറൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ നമുക്കിപ്പോ എക്സിന്റെ വാല്യൂസ് ഇവരുടെ ഡേറ്റാ പോയിന്റ്സ് തന്നിട്ടുള്ളൂ, അപ്പൊ ജസ്റ്റ് ഇവരുടെ ഡിഫറൻസ് എടുത്താൽ മതി അല്ലെ. അതായത് ഇപ്പൊ x1 മൈനസ് x0 ഓർ x2 മൈനസ് x1 അല്ലെങ്കിൽ x3 മൈനസ് x2 ഇങ്ങനെ ചെയ്താലും നമുക്ക് കറക്റ്റ് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് 1 മൈനസ് 0 അല്ലെങ്കിൽ 2 മൈനസ് 1 അല്ലെങ്കിൽ 3 മൈനസ് 2 ഇതെല്ലാം എന്താണ് 1 ആണ് തരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വെറുതെ ഈ ഇക്വേഷൻ ഒക്കെ എഴുതിയൊന്നും സമയം കളയണ്ട. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ കാര്യങ്ങളും, ഇക്വേഷനും ഫോർമുലയും പാരാമീറ്റേഴ്സും എല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത്. സോ ദാറ്റ് സ്ലോ ആയിട്ട് ക്യാച്ച് ചെയ്യുന്ന സ്റ്റുഡൻസിന് അത് നല്ലതായിട്ട് മനസ്സിൽ കിടക്കും. ഓക്കെ, അപ്പം ബാക്കിയുള്ളവർ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് മനസ്സിലായാൽ പെട്ടെന്ന് ചെയ്തോളാം, കുഴപ്പമില്ല കേട്ടോ. ബാക്കിയുള്ളവർ അത് ഫോളോ ചെയ്ത് തന്നെ ചെയ്യാം. എക്സാമിന് നിങ്ങൾ ഈ ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലപോലെ സ്പീഡ്, സ്ലോ ആയിട്ടുള്ളവർ സ്പീഡ് കൂട്ടി ഈ ഹെച്ച് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ h is equal to 1 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, അങ്ങനത്തെ ഒരു സ്റ്റെപ്പ്, ആ ഒരു സ്പീഡിലോട്ട് വേണം നിങ്ങൾ ചെയ്ത് പോകാനായിട്ട്. പിന്നെ ഈ ഇക്വേഷൻ ഒന്ന്, ഞാനിപ്പോ ഇക്വേഷൻ നിങ്ങൾക്ക് ബൈഹാർട്ട് ആവാൻ, പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് കാണും, കുറച്ച് പരിചയമുള്ള സ്റ്റുഡൻസും കാണും. അപ്പൊ ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഈ ഇക്വേഷനെ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഇക്വേഷൻ എല്ലാത്തിലും എഴുതി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ y0, y1, y2, y3 വരെ നമുക്കുണ്ട് അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഇന്റഗ്രേഷൻ ഓവർ 0 to 3 അല്ലെ, f of x dx. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ വരുന്നത് ട്രപ്പിസോയിഡിലാണ്. സോ h/2 ഇൻറ്റു ഫസ്റ്റും ലാസ്റ്റിന്റെയും സമ്മേഷൻ എടുക്കും, y0യും y3 പ്ലസ് 2 ഇൻറ്റു y1 പ്ലസ് y2. ഇത് 4 വാല്യൂസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ h എന്ന് പറഞ്ഞാൽ 1/1, y0ന്റെ വാല്യൂ 1 പ്ലസ് y3ന്റെ വാല്യൂ 0.1 plus 2 into y1 plus y2, 0.5 plus 0.2. This all into 1.1 plus 1.4 അല്ലേ. ഓക്കെ, സോറി 2 അല്ലേ ഇവിടെ, 1/2. 2.5/2 എന്ന് വരും. 2.5 divided by 2 which is equal to 1.25. Okay, so option C3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണോ ഈ മെത്തേഡ്? ആരും ഡൗട്ട് ഒന്നും ചോദിക്കില്ല. സാധാരണ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇത്? ഓക്കെ ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഡർ ഓഫ് പോളിനോമിയൽസ് ക്യാൻ ബെസ്റ്റ് ബി ഇന്റഗ്രേറ്റഡ് യൂസിങ് ട്രപ്പിസോയിഡൽ റൂൾസ്? ഇത് ഞാൻ ആക്ച്വലി തിയറി പറഞ്ഞു വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിന്റെ ആൻസർ? ഫസ്റ്റ് ഓർഡർ. യെസ്, ഫസ്റ്റ് ഓർഡർ. അതെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇന്റഗ്രേഷൻ, ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ
നമുക്കറിയാം പല പോളിനോമിയൽസ്, പല ഇക്വേഷൻസ് അല്ലെങ്കിൽ പല ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് മാത്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഓരോന്നും ബെസ്റ്റ് റിസൾട്ട് തരുന്ന പല ഇന്റഗ്രേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ട്രപ്പിസോയിഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പൊതുവെ ലീനിയർ പോളിനോമിയൽസിനാണ്. ക്വാഡ്രാറ്റിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സിംപ്സൺസ് 1/3 റൂൾ ആണ്. പിന്നെ ക്യൂബിക്കിനും ഉണ്ട്. ക്യൂബിക് പോളിനോമിയൽസിന് സിംപ്സൺസ് 3/8 റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പോയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മെത്തേഡ്സ് ഒക്കെ പഠിക്കാൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോ ജസ്റ്റ് ഈ ഒരു മൂന്നെണ്ണേ പറയുന്നുള്ളൂ, നമ്മുടെ സിലബസിൽ ഇത്ര പറയുന്നുള്ളൂ. പിന്നെ ഈ പോയിന്റ്സിൽ നമുക്ക് നോട്ട് ചെയ്യാൻ ഈ 3 മെത്തേഡേ ഉള്ളൂ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ എഴുതി വയ്ക്കാം. ആൻസർ ഫസ്റ്റ് ഓർഡർ ആണ്. ലീനിയർ പോളിനോമിയൽ വരുമ്പോ ട്രപ്പിസോയിഡലാണ്. ട്രപ്പിസോയിഡൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വരുമ്പോ ആക്ച്വലി ലീനിയർ പോളിനോമിയൽ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? ഇനി അങ്ങനെ കടന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സിംപ്സൺസ് 1/3 റൂൾ. ഇനി പറഞ്ഞാൽ ഞാൻ ക്യൂബിക്കിന്റെ തേർഡ് പവറും കൂടെ വരുമ്പോഴത്തേക്കും ക്യൂബിക് പോളിനോമിയലിൽ നമ്മൾ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. കാരണം സിംപ്സൺസിന്റെ സെയിം പേര് തന്നെ 1/3 3/8 റൂള് മാത്രമേ ഉള്ളൂ കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിരുന്നാൽ മതി. സിംപ്സൺസ് 3/8 റൂൾ. ഓക്കെ. അപ്പൊ ചിലപ്പോ ഈ ഇങ്ങനെയും തരാറുണ്ട് കേട്ടോ, ഈ ഓർഡർ അല്ലെങ്കിൽ ഓർഡർ അല്ലല്ലോ, ഓർഡർ അതന്നെ ഓർഡർ തന്നെയാണ്. ഓർഡർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെങ്കിൽ ഓർഡർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, ഓർഡർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ഇങ്ങനെയും തരാറുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയും കൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. അതാണ് സോ ട്രപ്പിസോയിഡൽ റൂളിന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ട്രപ്പിസോയിഡലിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ പോളിനോമിയൽസ്, ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ്, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ് ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. Using the following values of x and f of x, then find the integral I is equal to 0 to 1.5 f of x dx. Okay, find the integral value ഇവിടെ തന്നിട്ട് evaluated by the trapezoidal rule is 5/16. Find the value of a. അപ്പൊ നമുക്ക് ഇവിടെ ഡേറ്റ പോയിന്റ്സ് തന്നിട്ടുള്ളതിൽ a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ 5/16 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ നമുക്ക് ആ ഒരു ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്മുടെ ഇന്റഗ്രന്റിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 5/16 എന്ന്. അപ്പോ എ എന്നൊരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് ജസ്റ്റ് കണ്ടുപിടിക്കാനുള്ളൂ അല്ലേ. സോ ഇവരിവിടെ തന്നിട്ടുള്ളത് I ഈക്വൽ ടു integral 0 to 1.5 f of x dx equal to 5/16 എന്ന് തന്നിട്ടുണ്ട്. ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ട്രപ്പിസോയിഡൽ. ട്രപ്പിസോയിഡൽ. ഓപ്ഷൻ എ 3/4. 3/4 is 3/4 option 1 8 അല്ലേ? Yes, 3/4. Yes, 3/4. ഓക്കെ. ഇപ്പൊ 5/16 നമുക്ക് അതിന്റെ വാല്യൂ കിട്ടി. നമുക്ക് ഇനി ട്രപ്പിസോയിഡൽ റൂളിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഹെച്ചിന്റെ വാല്യൂ വേണം അല്ലെ. അപ്പൊ ഹെച്ചിന്റെ വാല്യൂ നമുക്ക് എക്സിന്റെ ഡേറ്റ പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 0.5 എന്തെങ്കിലും ഡിഫറൻസ് എടുത്തത് h is equal to 0.5 minus 0 equal to 0.5 ഹെച്ചും കിട്ടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. I is equal to integration 1.5 f of x dx equal to h/2. ഇതേതാണ്? y0, y1, y2, y3. y0 plus y3 plus 2 into y1 plus y2. h/2 എന്ന് പറയുമ്പോൾ 0.5 ആണ് h നമ്മൾ കണ്ടുപിടിച്ചത്. 0.5/2 into y0 എന്ന് പറയുമ്പോൾ y0യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. പ്ലസ് y3യുടെ വാല്യൂ -5/4 -5/4 plus 2 into y1 plus y2, a plus 0, which is equal to 0.25 into 4 minus 5/4 minus 1/4 plus 2a. ഓക്കെ. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തെന്ന് തന്നിട്ടുണ്ട്? 5/16 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. 1 implies 0.25 into 2a minus 1/4 എന്ന് പറയുന്നത് is equivalent to 5/16.
16 അല്ലേ. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ 2a മൈനസ് 1/4 is equal to 0.25 5/16. പിന്നെ ഞാൻ 0.25നെ 0.5/2 തന്നെ എഴുതുക കേട്ടോ. 0.5/2 വരുമ്പോൾ ഇവിടെ വരുമ്പോൾ 2/0.5 which is equal to 1 divided by 8 into 0.1 which is 1/0.8. അതിനെ നമുക്ക് 8/10 എന്നല്ലെങ്കിൽ 4/5 എന്ന് എഴുതാം. അവിടെ എന്ത് പറ്റിയല്ലോ? 5/4 എന്നാ അമ്മ വരുന്നത്. എവിടെയാ? അവിടെ 10/8 എന്നല്ലേ എഴുതണ്ടേ? 1/8 എന്നുള്ളത് 1/0.8. 10/5. ശരി. ഓപ്ഷൻ എ. ട്രപ്പിസോയിഡില് നമുക്കിനി 1 2 ഓക്കെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സിംസൺസ് ചെയ്യാം. ഓക്കെ, സോ സിമിലർ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. കൺസിഡർ ദ ബിലോ ഡേറ്റ എക്സും എഫ് ഓഫ് എക്സ് എക്സും വൈയും തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ഇന്റഗ്രേഷൻ 0 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൈ ട്രപ്പിസോയിഡൽ റൂൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വേഗം ചെയ്താലോ. ഇന്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓപ്ഷൻ 1 ആണോ മാം? 11. അതെ, 11 ആണ് ആൻസർ. യെസ്. അപ്പൊ എച്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡിഫറൻസ് ആണ്. ഈ ഇതിന്റെ ഡിഫറൻസ് 1 - 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പൊ ഇതില് എഫ് ഓഫ് എക്സ് നമുക്ക് ഓർഡിനേറ്റ്സിന്റെ വാല്യൂ ഇവർ തന്നിട്ടുണ്ട് അല്ലേ. സോ എച്ച് ഇസ് 1/2 ഇൻറ്റു ഫസ്റ്റ് ലാസ്റ്റ് ഓർഡിനേറ്റിന്റെ സം എടുക്കുന്ന 4 + 12 + 2 × 3 വരും അല്ലെ. 2 ഇൻറ്റു നമുക്ക് ഒരൊറ്റ ഓർഡിനേറ്റ് ഉള്ളൂ. അപ്പൊ 2 × 3. സോ 1/2 ഇൻറ്റു 16 + 6 വിച്ച് ഇസ് 22/2 11 എന്ന് ആൻസർ വരും. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. വൺ പ്ലസ് വൺ അത് ചെയ്തായിരുന്നോ? വൺ പ്ലസ് 0 to 2 with 4 intervals. ഓക്കെ, ഇത് 0 to 2 അല്ല, ഇത് 0 to 1 ആണെന്നേ ഉള്ളൂ. ചെറിയൊരു ചേഞ്ച്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. വി ഹാവ് ടൈം റൈറ്റ്. 7 അല്ലേ ആയുള്ളൂ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാൻ ടൈം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ 1/1 + x dx ആണ്. 0 to 1 ആണ് നമ്മുടെ ലിമിറ്റ്സ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ 4 സബ് ഇന്റർവെൽസ് തന്നിട്ടുണ്ട്. അപ്പൊ n is equal to 4 എന്നുണ്ട്. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹെച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സോ h is equal to b - a divided by n. b ഇവിടെ എത്രയാണ്? 1 ആണ്. a എന്ന് പറയുന്നത് 0 ആണ്. ഡിവൈഡ് ബൈ n. ഇവര് 4 സബ് ഇന്റർവെൽ തന്നിട്ടുണ്ട്. അപ്പൊ 1/4 which is equal to 0.25. 0.25ന്റെ ഗ്യാപ്പിലാണ് നമ്മുടെ പെയർ വരുന്നത് അല്ലെ. എക്സിന്റെ വാല്യൂസ് കൂടിക്കൂടി പോകുന്നത്. ഇപ്പൊ 0 തൊട്ട് 1, 0ല് 0.25 ആഡ് ചെയ്തായിട്ട് 1 വരെ പോണം. 0, 0.25, 0.5, 0.75, 1.
സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഫംഗ്ഷൻ 1/1 + x ഓരോ വാല്യൂസ് എക്സിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ 1/1 + ഇത് 0 1 0.25 0.8 വരും, ഇവിടെ 0.667 എന്ന് വരും, ഇത് 0.571 ആണ് വരുന്നത്, ആൻഡ് ഹിയർ യു വിൽ ഗെറ്റ് 0.5. അപ്പോൾ നമുക്ക് ഡേറ്റ പെയർസ് കിട്ടി. ഇനി ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ എഴുതാം. ഇന്റഗ്രൽ 0 to 1 1/1 + x dx എന്ന് പറയുന്നത് ഈക്വൽ ടു 0.25 സോറി 1/2 ഇൻറ്റു ഫസ്റ്റും ലാസ്റ്റും ഓർഡിനേറ്റ്സിന്റെ സം 1 + 0.5 പ്ലസ് 2 ഇൻറ്റു ബാക്കി എല്ലാ ഓർഡിനേറ്റ്സിന്റെ സം, അത് 0.8 0.667 0.57 0.8 0.667 0.57. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 0.25 5/100 1/4 × 2 1/8 വരും, ഇത് 1.5 5. ഇതിന്റെ എത്ര വാല്യൂ വന്നേ? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് സം ചെയ്തവർ പറയാം. 5.5 സംതിങ് അല്ലേ? കാൽക്കുലേറ്റ് ചെയ്ത് ആർക്കെങ്കിലും പറയാമോ? ജസ്റ്റ് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണം കേട്ടോ. $5.576 ആണോ? ഓക്കെ, എന്തായാലും ഫൈനൽ ആൻസർ ഞാനൊന്ന് പറയാം. എനിക്ക് ഞാൻ സമ്മ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 5.576 ഞാൻ ജസ്റ്റ് എഴുതുവാണ്. ഈക്വൽ ടു 18.6950. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടും. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത് കേട്ടോ.